വീണയ്ക്ക് അടിയിട്ടി പിണറായി ആശുപത്രിയിൽ. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഉയർന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റുവെന്ന് പരാതി. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയ മന്ത്രിയെ KSU പ്രവർത്തകർ തടയുകയായിരുന്നു. വീണയെ ആശുപത്രിയിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി ആരോഗ്യമന്ത്രിയെ കണ്ടു. അപ്രതീക്ഷിതമായുണ്ടായ ഉന്തും തള്ളിനുമിടയിൽ മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റതായാണ് വിവരം. പരിക്കേറ്റ മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മന്ത്രിയെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. കണ്ണൂരിലെ വിവിധ പരിപാടികൾക്കായി എത്തിയ മന്ത്രിക്ക് നേരെ പകൽ മുഴുവൻ വ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കല്യാടുള്ള ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസും പെരിങ്ങോത്ത് വെച്ച് മറ്റ് പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധിച്ചു. കണ്ണൂർ നഗരത്തിൽ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടയുകയും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി KSU പ്രവർത്തകർ ചാടി വീണത്. വഴിതടഞ്ഞ പ്രവർത്തകരോട് മന്ത്രി രൂക്ഷമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ഇതിനിടയിലാണ് പരിക്ക് സംഭവിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഈ സംഭവം രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിടുമെന്നുറപ്പാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ KSU പ്രതിഷേധത്തെയും ആക്രമണത്തെയും കടുത്ത ഭാഷയിൽ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രി വീണ ജോർജിനെ സന്ദർശിക്കാൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വീണ ജോർജ് ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെയാണ് ആക്രമണം നടന്നതെന്നും ഇത് അത്യന്തം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാനെത്തിയ മന്ത്രി പ്രതിഷേധക്കാർക്കിടയിൽ പെട്ടുപോകുകയായിരുന്നു. കഴുത്തിനും കൈക്കും പരിക്കേറ്റ മന്ത്രിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർച്ചയായി ഇത്തരം അക്രമ പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും നാടിനെ സംഘർഷഭരിതമാക്കാനാണ് ഇവരുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ LDF പ്രവർത്തകർ ഇത്തരം ഗുണ്ടാകെണികളിൽ വീഴരുതെന്നും പ്രകോപനങ്ങളിൽ പെടാതെ ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കണമെന്നും പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കെത്തിയ മന്ത്രിക്ക് നേരെ രാവിലെ മുതൽ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് സംഘടനകൾ വ്യാപകമായി പ്രതിഷേധിച്ചിരുന്നു. AKG ആശുപത്രിക്ക് സമീപം യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രിക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായത്.